ചൈന തങ്ങളുടെ വ്യോമാധിഷ്ഠിത ആണവാക്രമണ സംവിധാനം ഒരു പൂർണ്ണ വ്യോമസേന ഫോർമേഷനായി ലോകത്തിനു മുന്നിൽ ആദ്യമായി പരസ്യമായി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. തന്ത്രപ്രധാന മേഖലകളിൽ തങ്ങളുടെ സൈനിക കരുത്ത് വിളിച്ചോതുന്ന ചൈനീസ് സൈന്യത്തിന്റെ പുതിയ വീഡിയോ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ചൈനയുടെ പ്രതിരോധ രംഗത്തെ പുതിയ മുന്നേറ്റങ്ങളെയും തന്ത്രപരമായ നീക്കങ്ങളെയും വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. വീഡിയോയിൽ കാണുന്ന പ്രധാന ആകർഷണം ചൈനയുടെ H-6N സ്ട്രാറ്റജിക് ബോംബർ വിമാനമാണ്. ഒരു ഭീമാകാരമായ ബോംബറിന്റെ ഫ്യൂസേജിന് അടിയിലായി ഭീമൻ മിസൈൽ ഘടിപ്പിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. ഈ വിമാനത്തിന് അകമ്പടിയായി രണ്ട് J-20 സെൽഫ് ഫൈറ്റർ ജെറ്റുകളും പറക്കുന്നുണ്ടായിരുന്നു. ചൈന ഡെയിലിയുടെ റിപ്പോർട്ട് പ്രകാരം H-6N ബോംബർ വഹിച്ചിരുന്ന ആയുധം JL-1 ഇനത്തിൽപ്പെട്ട ദീർഘദൂര എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ ആണെന്ന് കരുതപ്പെടുന്നു. അണു ആയുധങ്ങളും സാധാരണ സ്ഫോടക വസ്തുക്കളും ഒരുപോലെ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ എന്നതാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇത് ചൈനയുടെ ആകാശമാർഗമുള്ള ആക്രമണ ശേഷിയെ മടങ്ങുകളിൽ വർദ്ധിപ്പിക്കുന്നു. ഈ ദൗത്യത്തിൽ ഉപയോഗിച്ച H-6N ബോംബർ വിമാനങ്ങൾക്ക് പറക്കലിനിടയിൽ തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള പ്രത്യേക ശേഷിയുണ്ട്. ഇത് വിമാനത്തിന്റെ പ്രവർത്തന പരിധിയും യാത്രാ ദൂരവും വളരെയധികം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ദൂരദേശങ്ങളിലുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോലും എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഇത് ചൈനീസ് വ്യോമസേനയെ പ്രാപ്തമാക്കുകയാണ്. ആക്രമണ വ്യൂഹത്തിൽ ഉണ്ടാകുന്ന J-20 സെൽഫ് ഫൈറ്റുകൾക്ക് ഈ ദൗത്യത്തിൽ നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട്. സെൽഫ് സാങ്കേതിക വിദ്യ അല്ലാത്ത H-6N ബോംബർ വിമാനത്തെ ശത്രുക്കളുടെ വ്യോമ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് J-20 വിമാനങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കൂടാതെ ശത്രുക്കളുടെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് മുന്നേറാൻ കഴിയുന്ന J-20 വിമാനങ്ങൾക്ക് മിസൈൽ വിക്ഷേപണത്തിനായുള്ള സുരക്ഷിത പാത ഒരുക്കാനും സാധിക്കും. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്തുകൊണ്ട് ബോംബർ വിമാനത്തിന് ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്താൻ ഇവ സഹായിക്കുന്നു. ഒരു വലിയ ശത്രു നാവിക വ്യൂഹത്തിനെതിരെ നടത്തുന്ന ഒരു സിമുലേറ്റഡ് അഥവാ മാതൃക സൈനിക ഓപ്പറേഷന്റെ ഭാഗമായാണ് ഈ അണിനിരക്കൽ ചൈന ചിത്രീകരിച്ചിട്ടുള്ളത്. ചൈനീസ് കടൽ തീരത്തുകളിലോ അല്ലെങ്കിൽ സമുദ്ര മേഖലകളിലോ കടന്നു കയറാൻ ശ്രമിക്കുന്ന വലിയ വിമാനവാഹിനി കപ്പലുകളെയും നാവിക വ്യൂഹങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഇത്തരം ആക്രമണ രീതി വികസിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് വ്യക്തമാകുന്നത്. തങ്ങളുടെ ആണവായുധ ശേഖരം പൂർണ്ണമായും പ്രതിരോധ ആവശ്യങ്ങൾക്കും തടയൽ തന്ത്രങ്ങൾക്കും മാത്രമുള്ളതാണെന്ന് ബീജിംഗ് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഇതിനൊപ്പം തന്നെ ആണവായുധങ്ങൾ ആദ്യം ഉപയോഗിക്കില്ല എന്ന് നോ ഫസ്റ്റ് യൂസർ നയം ഞങ്ങൾ കർശനമായി പിന്തുടരുന്നുണ്ടെന്നാണ് ചൈന വ്യക്തമാക്കുന്നത്. എന്നാൽ നയതന്ത്രപരമായ വാദങ്ങൾക്കപ്പുറം ഇത്തരം ഒരു സൈനിക പ്രദർശനം പരസ്യമായി നടത്തുന്നതിലൂടെ വ്യക്തമായ ഒരു തന്ത്രപ്രധാന സന്ദേശമാണ് ചൈന ലോകത്തിന് മുന്നിൽ നൽകുന്നത്. തങ്ങളുടെ സൈനിക ശക്തിയും സാങ്കേതിക മികവും ലോകത്തിന് മുന്നിൽ തെളിയിക്കുക എന്നതാണ് ഈ സന്ദേശത്തിന്റെ ഒരു പ്രധാനമായ ഭാഗം. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾക്കും അയൽ രാജ്യങ്ങൾക്കും ചൈനയുടെ വ്യോമസേനാ ശക്തിയിൽ വന്ന വലിയ മാറ്റത്തെ കുറിച്ച് ബോധ്യം വരുത്താൻ ഈ സൈനിക വീഡിയോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വൻകരങ്ങൾ താണ്ടാൻ ശേഷിയുള്ള മിസൈലുകൾ ആകാശത്ത് നിന്ന് വിക്ഷേപിക്കാനുള്ള ചൈനയുടെ ശേഷിയാണ് ഇവിടെ കാണിക്കപ്പെടുന്നത്. ഈ നീക്കത്തിലൂടെ ചൈനയുടെ ആണവ പ്രതിരോധ നിര ഇനി വെറും ഒരു കര അധിഷ്ഠിതമോ സമുദ്ര അധിഷ്ഠിതമോ മാത്രമല്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. നിലവിൽ കര, കടൽ, ആകാശം എന്നീ മൂന്ന് മേഖലകളിൽ നിന്നും ഒരുപോലെ ആണവാക്രമണം നടത്താൻ ശേഷിയുള്ള ഒരു ഘടനയിലേക്ക് ചൈന പൂർണ്ണമായും മാറിയിരിക്കുന്നു. കരയിൽ നിന്ന് വൻകരാന്തര ബാലിസ്റ്റിക് മിസൈലുകളും കടലിൽ അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകളും ചൈനയ്ക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആകാശത്ത് നിന്നുള്ള ഈ ആയുധശേഷി കൂടി പരസ്യമാക്കിയതോടെ ചൈനയുടെ ന്യൂക്ലിയർ ട്രയാഡ് പൂർണ്ണ സജ്ജമാണെന്ന് വ്യക്തമാവുകയാണ്. ചൈനയുടെ പരസ്യമായ ശക്തി പ്രകടനം ഇന്തോ പസഫിക് മേഖലയിലെ നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. മേഖലയിലെ സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്താൻ ഈ പുതിയ നീക്കത്തിന് ശേഷിയുണ്ടെന്നാണ് സുരക്ഷാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ആഗോളതലത്തിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യവും മേധാവിത്വവും ഉറപ്പിക്കാനുള്ള ചൈനയുടെ വിശാലമായ തന്ത്രങ്ങളുടെ ഭാഗമായാണ് പ്രതിരോധ മേഖലയിൽ വിദഗ്ധർ ഇതിനെ നിരീക്ഷിക്കുന്നത്. അത്യാധുനിക ആയുധങ്ങളും തന്ത്രപരമായ വ്യോമസേനാ വ്യൂഹങ്ങളും കൂട്ടിച്ചേരുമ്പോൾ ചൈനയുടെ ആക്രമണ ശേഷി വളരെയധികം വർദ്ധിക്കുന്നു. തങ്ങളുടെ പ്രതിരോധ ശേഷിയും ആക്രമികളെ ചെറുക്കാനുള്ള സജ്ജതയും പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ചൈന തങ്ങളുടെ ആണവ പ്രതിരോധ നിര കൂടുതൽ ദൃശ്യവും ശക്തവുമാക്കി മാറ്റിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ലോകരാജ്യങ്ങൾ ഈ നീക്കത്തെ ഏത് രീതിയിൽ വീക്ഷിക്കുമെന്ന് നയതന്ത്ര മേഖലയിൽ നിർണായകമായിരിക്കും.